ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് കേരള PSCക്ക് വേണ്ടിയുള്ള അടുത്തൊരു ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാഷണൽ ഇൻകത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഇനി നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില കോൺസെപ്റ്റുകൾ, ഏറ്റവും പുതിയ ഡേറ്റകൾ, ഇതൊക്കെയാണ് ഞാൻ ഇനി തരുന്നത്. അത് പിന്നെ ചെറിയ വേരിയേഷനൊക്കെ വരും, കാരണം ഓരോ മാസം തോറും ഡേറ്റകൾ മാറിക്കൊണ്ടിരിക്കാം. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡേറ്റകളാണ് ഞാനിപ്പോൾ തരുന്നത്. അതിൽ നാഷണൽ ഇൻകത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് PCI ആണ്, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയും. എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻകം ഏൺഡ് ബൈ ഈച്ച് ഇൻഡിവിജ്വൽസ് ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് ഓരോ പൗരനും കിട്ടുന്ന ആവറേജ് വരുമാനത്തെയാണ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഇനിയും ഈ പെർ ക്യാപിറ്റ ഇൻകം തന്നെ രണ്ട് തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് നോമിനൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം അറ്റ് കറൻറ്റ് പ്രൈസ് ബൈ പോപ്പുലേഷനാണ്. നമ്മൾ പറഞ്ഞ കറൻറ്റ് പ്രൈസിലെ നാഷണൽ ഇൻകത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് നോമിനൽ PCI. ഓർത്തിരുന്നോണം, അതിൽ ഇന്ത്യയുടെ റാങ്ക് 136 ആണ്. അതൊക്കെ ചുമ്മാ ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഇതേ പെർ ക്യാപിറ്റ ഇൻകത്തെ നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യും. എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ, അതിനെ നമ്മൾ റിയൽ PCI എന്ന് വിളിക്കും. റിയൽ PCI അവിടെയാണ് നമ്മുടെ കറക്റ്റ് പർച്ചേസിങ് പവർ പാരിറ്റി എന്നൊക്കെ പറയും. നമ്മുടെ കൺസംഷൻ ബേസിലുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ബേസിലാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയുള്ള ആ പർച്ചേസിങ് പവർ പാരിറ്റി PPP, അതിൽ റാങ്ക് നമുക്ക് 119 ആണ്. 119 പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ, ദ ഗ്രോത്ത് റേറ്റ് ഓഫ് എ കൺട്രി ഓർ കമ്പാരിസൺ ഓഫ് ദ ഗ്രോത്ത് വിത്ത് വൺ കൺട്രി ടു അനദർ എക്സെട്ര. നമ്മുടെ രാജ്യത്തെ ഗ്രോത്ത് റേറ്റ് മറ്റൊരു രാജ്യത്തെ ഗ്രോത്ത് റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ, ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ വിവിധ സ്റ്റേജിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മുടെ എഡ്യൂക്കേഷനിൽ, അതുപോലെ തന്നെ ഹെൽത്തിൽ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രോത്ത് ഏരിയയിലും നമ്മുടെ ആ പവർ എത്രത്തോളം ഉണ്ട്, അല്ലെ എത്രത്തോളം ഗ്രോത്ത് റേറ്റ് ഉണ്ട് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ PCI പഠിക്കുന്നത്, പെർ ക്യാപിറ്റ ഇൻകം. ഇനി 2023 കണക്കനുസരിച്ച്, 2023 കണക്കനുസരിച്ച് പെർ ക്യാപിറ്റ ഇൻകം ഇന്ത്യയുടെ 1.7 lakh ആണ്. 1.7 lakh എന്നത് 2023, അല്ലെങ്കിൽ അതിന് $2481 എന്ന് വേണേൽ പറയാം. US ഡോളറായിട്ട് പറയുമ്പോൾ $2481 അല്ലെങ്കിൽ 1.7 lakh ആണ്. ഇനി ഇന്ത്യയിലെ ഹയസ്റ്റ് PCI സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലം വരെ, അതായത് 2024 ലാസ്റ്റ് വരെ സിക്കിമായിരുന്നു. എന്നാൽ ഇപ്പോൾ സിക്കിമിനെ കവർ ചെയ്തുകൊണ്ട് ഗോവ വന്നിട്ടുണ്ട്. ഓർത്തോണം, ഹയസ്റ്റ് PCI സ്റ്റേറ്റ്. ചെറിയ ചേഞ്ചുകളൊക്കെ ഓരോ സമയത്തും മാസം തോറും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് ഏറ്റവും പുതിയ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഹയസ്റ്റ് PCI സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഗോവയാണ്. 7.2 lakhs റുപ്പീസാണ്. തൊട്ട് പുറകെ സിക്കിമുണ്ട്, ഡൽഹിയുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ വളരെ ബാക്കിൽ നിൽക്കുന്ന ലോവസ്റ്റ് PCI സ്റ്റേറ്റ് ഇന്ത്യയിൽ ബീഹാർ, ജാർഖണ്ഡ്, അവരൊക്കെയാണ് വളരെ പിന്നിൽ നിൽക്കുന്നത്. പിന്നെ 2024 കണക്കനുസരിച്ച്, ഇക്കണോമിക് സർവേ അനുസരിച്ച്, ഓരോ വർഷം ഇറങ്ങുന്നുണ്ടല്ലോ, ബജറ്റിന് മുമ്പ് ഇക്കണോമിക് സർവേ ഇറങ്ങും. ആ സർവേ അനുസരിച്ച് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം 2.12 പൊയ്ക്കൊണ്ടിരിക്കുന്നു. 2.12 പൊയ്ക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പറയുന്നത്. അതുപോലെ തന്നെ റിച്ചസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യയിലെ വരുമാനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. അവരുടെ GSDP, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, 43 lakh crores of rupees ആണ്. അതായത് 43 ലക്ഷം കോടി രൂപയാണ് മഹാരാഷ്ട്രയുടെ ആസ്തി എന്ന് പറയുന്നത്. തൊട്ടുപുറകെ ഉണ്ട് തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, ഗുജറാത്തുണ്ട്, അവരൊക്കെ എൻ്റെ തൊട്ടുപുറകിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ സം ടോട്ടൽ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ മാത്രം. നമുക്ക് അതിർത്തി പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഓരോ 4 ഭാഗത്തും നമുക്ക് അതിർത്തികൾ വെച്ചിട്ടുണ്ട്. സമുദ്രത്തിനായാലും കരയ്ക്കായാലും പിന്നെ അല്ലെങ്കിൽ
പർവ്വതങ്ങൾക്കായാലും എല്ലാം തന്നെ നമുക്കിങ്ങനെ സൈഡ് അതിർത്തി വെച്ചിട്ടുണ്ട്. അതായത് കറക്റ്റ് കഴിഞ്ഞ് സ്വല്പം കൂടെ കാണും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി എന്ന് പറയും. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഒരു അക്കൗണ്ടിങ് ഇയർ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏപ്രിൽ 1 മുതൽ പിന്നെ മാർച്ച് 31 വരെയുള്ള സമയമാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ. ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ അതായത് ഒരു വർഷം നമ്മുടെ നാട്ടിലെ ഈ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്തിൽ മാത്രം, അപ്പോൾ പുറത്തുനിന്നുള്ള വരുമാനമല്ല, ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് മാത്രമുള്ള വരുമാനത്തെയാണ് നമ്മൾ GDP എന്ന് പറയും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി, ദാറ്റ് മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻറ്റു ദെയർ പ്രൈസ് എന്ന് പറയാം. അതായത് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻറ്റു ദെയർ പ്രൈസ്, അതാണ് GDP എന്ന് പറയുന്നത്. ഇതിൻ്റെ അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ ആഡഡ് മാത്രമേ ചേർക്കാറുള്ളൂ. വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? വാല്യൂ ആഡഡ് മീൻസ് കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറൻറ്റ് ഫേംസ് ടു ദ GDP സെക്ടർ, ദാറ്റ് മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ രാജ്യത്ത് ധാരാളമായിട്ട് ഫേമുകളുണ്ട്. അവർ ഓരോ വർഷവും എന്തുമാത്രം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ GDPയുടെ ഭാഗമാകുന്നു, അതാണ് വാല്യൂ ആഡഡ് എന്ന് പറയും. ഇനി ഈ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, അതായത് ടോട്ടൽ വാല്യൂ, നമ്മൾ പറഞ്ഞല്ലോ P/Q, ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് കുറയ്ക്കുമ്പോൾ അതിനെയാണ് നമ്മൾ വാല്യൂ ആഡഡ് അല്ലെങ്കിൽ GVA@MB എന്ന് പറയും. ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇപ്പം നിലവിലിരിക്കുന്ന പ്രൈസ്. ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് കോസ്റ്റ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ടിൽ നിന്ന് ഈ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ ആഡഡ് എന്നോ അല്ലെ GVA@MB, ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. അതിൽ നമുക്ക് നെറ്റ് വാല്യൂ കണ്ടെത്താം. അതായത് നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് MB എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ GVA@MBയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോസ് ഓഫ് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. നമ്മൾ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ഓഫ് വാല്യൂ, ക്യാപിറ്റൽ അസറ്റിൻ്റെ ലോസ് ഓഫ് വാല്യൂവിനെയാണ് ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, അത് ഓർത്തിരുന്നോണം. അപ്പോൾ അങ്ങനെ GVA@MBയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുമ്പോൾ NVA@MB, അതായത് നെറ്റ് വാല്യൂ ആഡഡ് കിട്ടും. പിന്നെ സാധാരണഗതി നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെ GVA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിന് അവിടെ പാർട്ടില്ല, റോളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അതായത് റോ മെറ്റീരിയൽ പല ഭാഗങ്ങൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു വലിയ പ്രോബ്ലം വരും. ഡബിൾ കൗണ്ടിങ് എന്ന് പറയും. ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് എ കമോഡിറ്റി ആഡഡ് മോർ ദാൻ 1 ടൈം അല്ലെ 2 ടൈംസ്. അതായത് ഏതെങ്കിലും ഒരു കമോഡിറ്റിയുടെ വാല്യൂ 2ഓ അതിലധികമോ, കാരണം ഏതെങ്കിലും ഒരു ഭാഗത്ത് ആഡ് ചെയ്യുന്ന അതേ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വേറൊരിടത്തും വരും. അപ്പോൾ അങ്ങനെ ഡബിൾ കൗണ്ടിങ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ റോ മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ ഈ കോസ്റ്റ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്ന GDPയുടെ ഭാഗം അല്ല. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് GDP@MB. GDP@MB എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നിലവിലുള്ള, അതായത് ടോട്ടൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ ഇപ്പോൾ പ്രിവെയിൽഡ് പ്രൈസിൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് GDP@MB. ഇനി GDP@FC, ഫാക്ടർ കോസ്റ്റ്. കാരണം നമുക്കറിയാമല്ലോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡിൻ്റെ പ്രതിഫലം റെൻ്റാണ്. ലേബറിൻ്റെ എന്ന് പറയുന്നത് പിന്നെ വേജാണ്. ക്യാപിറ്റലിനെന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ആണ്. ഓൺട്രപ്രണർ അല്ലെ എൻ്റർപ്രണർ എന്നൊക്കെ പറയും, അവരുടേത് പ്രോഫിറ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് ഫാക്ടർ കോസ്റ്റ്. അതനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ GDP@FC അതാണ് ഫാക്ടർ കോസ്റ്റിൻ്റെ ബേസിലുള്ള GDP. ദാറ്റ് ഈസ് GDP@MB മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്താണ് ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്? അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, നമ്മളിപ്പം സാധനം ഫേമുകൾ പ്രൊഡക്ഷനൊക്കെ നടത്തുമ്പോൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് സർക്കാരിന് കൊടുക്കും. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചില സഹായങ്ങൾ ഈ ഫേമുകൾക്കൊക്കെ കൊടുക്കും, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സബ്സിഡി. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് ആ സബ്സിഡി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ GDP@MBയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് GDP@FC എന്ന് പറയും, ഫാക്ടർ കോസ്റ്റ്. അടുത്ത് വരണമെന്ന് പറയുന്നത് NDP@MB ആണ്. NDP, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്.
NDP അറ്റ് മാർക്കറ്റ് പ്രൈസ്, അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ട GDP അറ്റ് MB മൈനസ് ഡിപ്രീസിയേഷനാണ്. GDP അറ്റ് MBയിൽ നിന്ന് ഡിപ്രീസിയേഷൻ, തേയ്മാന ചെലവുകൾ കുറച്ചാൽ മതി, അതിനെയാണ് അങ്ങനെ പറയുന്നത്. ഇനി GDP അറ്റ് FC എന്ന് പറഞ്ഞാൽ NDP അറ്റ് FC, NDP അതായത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. NDP അറ്റ് FC എന്ന് പറഞ്ഞാൽ GDP അറ്റ് FC മൈനസ് ഡിപ്രീസിയേഷൻ ആണ്, ഓർത്തിരുന്നോണം. ഇനി നമുക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ PSCക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ GDP മാക്സിമം GDP നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് സെക്ടറിലാണ്? ഓർത്തോണം, ഫസ്റ്റ് എന്ന് പറയുന്നത് സർവീസ് സെക്ടറാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ GDP റേസ് ചെയ്യുന്ന സെക്ടർ എന്ന് പറയുന്നത് ഓർത്തിരുന്നോണം സർവീസ് സെക്ടറാണ്. ലാസ്റ്റ് 2021 കണക്കനുസരിച്ച് 11% ആയിരുന്നു സർവീസ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ. എങ്കിൽ ഇപ്പോൾ 2025 നമ്മൾ കടന്നപ്പോൾ അത് 12.8% വരെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഓർത്തിരുന്നോണം സർവീസ് സെക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, അവിടെ നിന്നൊക്കെ നമുക്ക് പ്രതിഫലങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി നോമിനൽ GDP, നമ്മുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചുള്ള, അതായത് മോണിറ്ററി വാല്യൂ ഓഫ് GDP, അതാണ് നോമിനൽ GDP. അത് 4.3 lakhs crores ആണ്, അതായത് 4.3 ലക്ഷം കോടി രൂപയാണ്. അതുപോലെ പെർ ക്യാപിറ്റ GDP എന്ന് പറഞ്ഞാൽ GDP ഡിവൈഡഡ് ബൈ പോപ്പുലേഷനാണ്. അത് US ഡോളർ കണക്കാക്കിയാൽ $2,500 അതും 2025 എൻഡിലേക്ക് ചെല്ലുമ്പോൾ 2,980 ഡോളറിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, GDP വേൾഡ് റാങ്ക് 5th പൊസിഷൻ ആണ്. ഇന്ത്യയുടെ GDP വേൾഡ് റാങ്ക് എന്ന് പറയുന്നത് 5th പൊസിഷനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2014 10th പൊസിഷനായിരുന്നു. അതിപ്പോൾ നമ്മൾ എവിടേക്ക് എത്തിയിരിക്കുന്നു? 5th. ഏതാനും നിമിഷങ്ങൾക്കകം ചില മറികടന്നെന്നും പറയുന്നുണ്ട്. ഇപ്പം 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ജപ്പാനാണ്. പക്ഷേ ഈ 2025 കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് ജപ്പാനെ നമ്മൾ കവർ ചെയ്ത് 4th ലാർജസ്റ്റ് GDP ഇൻ ദ വേൾഡായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്ഥാനം ഏറ്റവും പുതിയ നമുക്ക് 4ാം സ്ഥാനമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജപ്പാനെ കവർ ചെയ്ത് 4ാം സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ GDP വന്നുകൊണ്ടിരിക്കും. ഇപ്പം IMFൻ്റെ, അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ 4ാമത്തെ സ്ഥാനം ഇന്ത്യക്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ GDPയുടെ ആ റേറ്റ് കണ്ടല്ലേ, അതായത് $4.187 ട്രില്യൺ ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 4.187 ട്രില്യനാണ് ഇപ്പോൾ നമ്മുടെ GDP ടോട്ടൽ. അത് 2025 എൻഡിലേക്ക് വരുമ്പോൾ 4.3 എന്ന് പറയും. ആദ്യകാലത്തൊക്കെ മില്യണിലായിരുന്നു നമ്മുടെ GDP പറയുന്നത്, അതായത് 10 ലക്ഷം. നേരെ മറിച്ച് അത് കഴിഞ്ഞപ്പോൾ ബില്യനായപ്പോൾ 100 കോടിയായി. ഇപ്പോൾ ട്രില്യനിലാണ് പറയുന്നത്. ട്രില്യൻ എന്ന് പറയുമ്പോൾ 1 ലക്ഷം കോടിയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്നത്തെ അവസ്ഥ, ഇന്ത്യയുടെ ഏകദേശം 4.3 ട്രില്യൻ US ഡോളറിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇനി നമ്മുടെ സെക്ടർ 3 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട സെക്ടർ ഒന്ന് ടേർഷറി സെക്ടറാണ്. അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഫ്രം ദ ടേർഷറി സെക്ടർ 50 to 55 ടു ദ GDP. ഏകദേശം GDPയുടെ 50 മുതൽ 55% വരെ കോൺട്രിബ്യൂഷൻ ടേർഷറി സെക്ടറിൽ നിന്നാണ്. സെക്കൻഡറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 25 to 30 ആണ്. GDPയുടെ 25 മുതൽ 30% വരെ. എന്നാൽ അഗ്രികൾച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുക, പ്രൈമറി കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം പ്രൈമറി കുറഞ്ഞ് സെക്കൻഡറിയും ടേർഷറിയും കൂടുമ്പോഴാണ് നമ്മുടെ രാജ്യം ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നത്. പ്രൈമറി ആണെങ്കിൽ 15-20 ആണ്, അതായത് 15 മുതൽ 20%, 20% വരെയാണ് പ്രൈമറിയുടെ കോൺട്രിബ്യൂഷൻ. ഒരു ലേറ്റസ്റ്റ് കണക്ക് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. 1919-20 കണക്കനുസരിച്ച് പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ 16.5 ആയിരുന്നു. ഇപ്പോൾ 2019-20 കഴിഞ്ഞു, 2021 വന്നപ്പോഴത്തേന് അത് 17.7 റൗണ്ട് ചെയ്ത് 18 എന്ന് വേണേൽ പറയാം. ഇതൊക്കെ ഈ ഡേറ്റകളൊക്കെ ചോദിക്കും. ചെറിയ മാറ്റങ്ങളൊക്കെ ഓരോ സമയം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റകളെല്ലാം കറക്റ്റ് നോക്കിക്കോണം.
അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത്രയും സെക്ടർ ഉണ്ടെങ്കിലും ലാർജസ്റ്റ് എംപ്ലോയർ സെക്ടർ എന്ന് പറയുന്ന അഗ്രികൾച്ചർ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമുക്കിപ്പോൾ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടേർഷറി ഉൾപ്പെടെയുള്ള എല്ലാ സെക്ടർ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ തൊഴിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് കൊടുക്കുന്നത് ആരാണ്? അഗ്രികൾച്ചറാണ്. ദാറ്റ് ഈസ് 50 to 60% എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50% എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ഫോർ ദെയർ ലൈവ്ലിഹുഡ് എന്ന് പറയാം. ജീവിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ 50 മുതൽ 60% വരെ അഗ്രികൾച്ചറോ അലൈഡ് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യൻ എക്കോണമി ഒരു ഫാസ്റ്റ് ഗ്രോയിങ് റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 6.2 ആണ് നിലവിൽ. ഓർത്തോണം കണക്ക് 6.2 ആണ്. അത് ഈ വർഷം എൻഡിലേക്ക് വരുമ്പോൾ 6.3 വരുമെന്ന് IMF പറയുന്നു. അവരുടെ കണക്കനുസരിച്ച് ഗ്ലോബൽ ആവറേജ് 3% ആണ്. ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഗ്ലോബൽ ആവറേജ് 3% ആണ്. 2025 കഴിഞ്ഞ് 26ലേക്ക് ചെല്ലുമ്പോൾ ചെന്നുകൊണ്ടിരിക്കുകയാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ഇൻ ദ വേൾഡ്, ദാറ്റ് ഈസ് ഇന്ത്യ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മോർ ഗവൺമെൻറ് സ്പെൻഡിങ് ഉണ്ട് നമുക്ക്. അതുപോലെ നമ്മുടെ സർവീസ് സെക്ടറിലെ പെർഫോമൻസ്, ഒപ്പം തന്നെ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശത്തു നിന്ന് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പെർ ക്യാപിറ്റ അതുപോലെ തന്നെ GDP ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനിയും GNP ഉണ്ട്, അതിൻ്റെ ഡേറ്റകളും കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം.